കയ്യിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. എട്ടാമത്തെ ശ്ലോകം. ഇതും വസന്ത തിലകം വൃത്തത്തിലാണ്. ഭഗ്നഃ സഹ ലഗ്നഹൃദയഃ അപി ലഗ്നഹൃദയോപി നൃപൈഃ പ്രണുന്നഃ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശകൃതഃ ഏവം അക്ഷൗഹിണീം ശിവ ശിവ അസ്യ ജഘന്ധ വിഷ്ണു സംഭൂയ സ ഏകനവതിത്രിശതം സൈകനവതിത്രിശതം തദാനീം. ഭഗ്നഃ തോൽവി പിണഞ്ഞതിനാൽ സഹ ലഗ്നഹൃദയഃ അങ്ങനെ ആശകെട്ടവനായിട്ട്, കാരണം ഇത്രയും സൈന്യബലത്തോടുകൂടെ വന്നാൽ ഭഗവാനെ ആ ഒരൊറ്റ വരവിൽ തന്നെ ഇല്ലാതാക്കി കളയാം എന്നൊക്കെ വിചാരിച്ചാണ് ജരാസന്ധന് വന്നത്. പക്ഷെ ഇവിടെ ആകെ നാണം കെട്ട ഒരു തോൽവിയാണ് ഉണ്ടായത്. അതിനാൽ അത്രയും നിരാശ ബാധിച്ചവനാണെങ്കിൽ പോലും അഭി അങ്ങനെ ആയിട്ട് പോലും നൃപൈഹി പ്രണുന്നഹ സുഹൃത്തുക്കളായ മറ്റു രാജാക്കന്മാർ, അതായത് ശിശുപാലൻ തുടങ്ങിയ മറ്റു സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ ആ ജരാസന്ധനെ പ്രേരിപ്പിച്ചു, തോൽക്കരുത്, ഇനിയും ഇനിയും പോകണം, നിനക്ക് അത്യധികം അല്ലെങ്കിൽ അതിരില്ലാത്ത സൈന്യബലമുള്ളവനല്ലേ നീ, അതുകൊണ്ട് നീ തോൽക്കരുത്, നിരാശനാകരുത്, വീണ്ടും ശ്രമിക്കൂ. ഇങ്ങനെ മറ്റ് രാജാക്കന്മാരാൽ പ്രണുന്നഹ അടിക്കടി പ്രേരിപ്പിച്ചതിനാൽ ഏവം ഇപ്രകാരം ഷോഡശകൃതഃ ഒന്നും രണ്ടുമല്ല 16 തവണയാണ് ഇതേപോലെ ത്വയാ യുദ്ധം വ്യഥിതഃ അങ്ങയുമായിട്ട് ആ ജരാസന്ധൻ വന്ന് യുദ്ധം ചെയ്തത്. തദാനീം എന്നിട്ട് പോലും ആ യുദ്ധങ്ങളിലൊക്കെ ഹേ വിഷ്ണു അല്ലയോ ഭഗവാനെ അസ്യ ആ ജരാസന്ധന്റെ സംഭൂയ ആകെ മൊത്തം സൈകനവതിത്രിശതം, നവതി എന്നാൽ 90, ഏകനവതി 91, ത്രിശതം ശതം 100, ത്രിശതം 300, ത്രിശതം 300. അപ്പൊ സൈകനവതിത്രിശതം 391 അക്ഷൗഹിണി സൈന്യത്തെ ശിവശിവ എനിക്ക് വയ്യ, ജഗന്ധ അങ്ങ് കൊന്നുവല്ലോ ഭഗവാനെ. അപ്പൊ ഇവിടെ മേൽപ്പത്തൂരിന് ആ ആശ്ചര്യം കാണിക്കുകയാണ്. ആദ്യം വന്നത് 23 അക്ഷൗഹിണി സൈന്യത്തെ കൊണ്ടാണ് വന്നത്. ഇതുപോലെ 16 തവണയാണ് ജരാസന്ധൻ വന്നത്. ഓരോ തവണയും തോൽവി പിണയുമ്പോൾ നിരാശനായിട്ട് ഇനി ഞാൻ രാജ്യം വിട്ട് എവിടേക്കെങ്കിലും പോവുകയാണെന്നൊക്കെ പറയും. അപ്പോൾ സുഹൃത്തുക്കളായിട്ടുള്ള ശിശുപാലൻ തുടങ്ങിയ രാജാക്കന്മാർ പറയും, അങ്ങനെ തോറ്റോടരുത്, ആ യാദവ ചെറുക്കനെ വെറുതെ വിടരുത്. ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. വീണ്ടും വീണ്ടും പിരികേറ്റി കൊടുത്തിട്ട് ജരാസന്ധൻ വീണ്ടും ഇതുപോലെ അക്ഷൗഹിണി സൈന്യങ്ങളുമായിട്ട് വരും. ഭഗവാനും അത് തന്നെയായിരുന്നു വേണ്ടത്. അങ്ങനെ 16 തവണ വന്നിട്ട് ആകെ മൊത്തം 391 അക്ഷൗഹിണി സൈന്യത്തെയും എന്റെ ശിവനെ ഭഗവാനെ അങ്ങ് കൊന്നൊടുക്കിയല്ലോ എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ വളരെ ആശ്ചര്യകരമായിട്ട് പറയുന്നത്. ശ്ലോകം 8. ഭഗ്നസ്സലഗ്നഹൃദയോപി നൃപൈ പ്രണുന്നോ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശകൃത്വയേവം
അക്ഷൗഹിണീ ശിവ ശിവാസ്യ ജഗന്ധ വിഷ്ണു സംഭൂയ സൈക നവതിത്രിശതം തദാനീം. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാ ഗുരുജനങ്ങളെയും പിതൃജനങ്ങളെയും മഹാത്മാക്കളെയും സ്മരിക്കുന്നു. നമ്മളിവിടെ ദശകം 77 ശ്ലോകം 8 ജരാസന്ധൻ്റെ കഥയാണ് നമ്മളിവിടെ കേൾക്കുന്നത്. അഭിമാനിയും അഹങ്കാരിയുമായിരിക്കുന്ന ജരാസന്ധൻ. ഈ 23 അക്ഷൗഹിണി നശിച്ചു, ബലരാമനാൽ ബന്ധിക്കപ്പെട്ടു. അതുകൊണ്ട് എല്ലാം കൊണ്ടും പരാജിത ഭാവം വന്നു. അതീവ രചിതനായി, അഭിമാനമൊക്കെ ഇല്ലാതായി. ഇനിയൊരു യുദ്ധത്തിനില്ല, മതി, വല്ല സന്യാസത്തിന് പോവുക നല്ലത് എന്ന തരത്തിലൊക്കെയുള്ളതായ ചിന്താഗതികൾ അദ്ദേഹത്തിനുള്ളിലുണ്ടായി എന്നാണ് പറയുന്നത്. കാരണം എതിർത്ത ഭഗവാനെയാണ്. അതോടുകൂടി ദുരഭിമാനമൊക്കെ പോയി കുറേയൊക്കെ. എങ്കിൽ കൂടിയിട്ടും ബാക്കി നിൽക്കുന്നതായ ദുരഭിമാനം ഉണ്ട് അവിടെ. എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളെ പലപ്പോഴും സ്വാധീനിക്കുന്നത്. അതുപോലെ മറ്റ് രാജാക്കന്മാർ, സുഹൃത്തുക്കളായ രാജാക്കന്മാർ പറഞ്ഞു, ക്ഷത്രിയധർമ്മം യുദ്ധം ചെയ്യുന്നതാണ്, യുദ്ധം നിർത്തിവെക്കുന്നതല്ല. ഒരു പ്രാവശ്യം തോറ്റു എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രാവശ്യം തോൽക്കുന്ന അർത്ഥമില്ലല്ലോ. ഹേ ജരാസന്ധ, ഇഷ്ടംപോലെ സൈന്യങ്ങളുണ്ട്, എല്ലാ തരത്തിലുള്ളതായ സൗകര്യങ്ങളും സന്നാഹങ്ങളുള്ള ആളാണ് നിങ്ങൾ. തോൽപ്പിക്കണം കൃഷ്ണനെ. കാരണം സമാന ചിന്താഗതിക്കാരായിരുന്നു ആ രാജാക്കന്മാർ. അങ്ങനെ അവരുടെ പ്രേരണ നല്ലോണം സ്വാധീനിച്ചു ജരാസന്ധനെ. അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടന്നിരുന്നതായ ദുരഭിമാനവും അഹങ്കാരമൊക്കെ പൊന്തി വന്നു. അങ്ങനെ അദ്ദേഹം വീണ്ടും മധുരാപുരിയെ ആക്രമിക്കുകയാണ്. ആ മധുരാപുരിയെ ആക്രമിച്ച് എന്തിനു പറയണു, കുറച്ചൊന്നുമല്ല, വളരെ പാട് പറയാണ്. ശിവ എന്നാണ് പറയുന്നത്, അത്ഭുതം കൊണ്ട്. കാരണം വലിയൊരു സൈന്യവ്യൂഹത്തിനെയാണ് ഭഗവാൻ ഇല്ലാതാക്കിയത്. കുറച്ചൊന്നുമല്ല, 391 അക്ഷൗഹിണി സൈന്യങ്ങളെയാണ് ആ ഒരു ജരാസന്ധൻ്റെ 16+1 ആദ്യം ഉണ്ടായത് ഒക്കെ കൂടി കൂട്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലാതാക്കിയത്. പറയുകയാണ് ശിവ, ഭഗവാന്റെ മഹിമ അപാരം തന്നെ. കൊച്ചു രാജ്യമാണ് മധുര എങ്കിലും ഭഗവാൻ അവിടെ ഉള്ളതുകൊണ്ട് അതിശക്തമായ ഒരു അവസ്ഥയാണ് അവിടുത്തെ. നമ്മളായിട്ട് ഭൗതികമായിട്ട് നമ്മളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ദുർബലരായിരിക്കാം. പക്ഷേ അകത്തിരിക്കുന്ന ഈശ്വരനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിലും ബലം വർദ്ധിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. മിറാക്കിൾസ് ക്യാൻ ഹാപ്പൻ എന്ന് പറഞ്ഞ പോലെ നമുക്കും പല സാഹചര്യങ്ങളെയും മറികടക്കാനുള്ളതായ ശക്തി ഭഗവാനിൽ നിന്ന് ലഭിക്കും. അങ്ങനെയാണ് ഇത്രയും പ്രബലമായ സൈന്യത്തിനെ ഇല്ലാതാക്കിയത് ഭഗവാൻ. ആലോചിച്ച് നോക്കൂ. ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്നതായ സന്ദേശം വളരെ വ്യക്തമാണ്. ഈശ്വര അനുഗ്രഹമാണ് എല്ലാത്തിൻ്റെയും പിൻഭാഗത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതായ ഒരു സത്യം നമ്മൾക്ക് അറിയാൻ സാധിക്കണം. അങ്ങനെ രാജാക്കന്മാരുടെ പ്രേരണ കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ പലതിനും പ്രേരിപ്പിച്ചു എന്നൊക്കെ വരും. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ളതായൊരു ചിന്താ പദ്ധതി, ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ അവർ ഉണ്ടാക്കി തീർക്കുന്ന കെണികളിൽ നമ്മളും പെട്ടുപോകും. അതുകൊണ്ടാണ് പലപ്പോഴും സ്വന്തമായ നല്ല അഭിപ്രായവും പ്രവർത്തന പദ്ധതി നമ്മൾ രൂപീകരിച്ച് പ്രാർത്ഥിക്കുക. സതുദ്ദേശം അതിൻ്റെ പിൻഭാഗത്തുണ്ടാവണമെന്ന് മാത്രം. എന്നാൽ നമ്മുടെ പ്രവൃത്തിയെ ഭഗവാൻ സബലീകരിച്ച് തരും, സബലീകരിക്കാതിരിക്കില്ല. അങ്ങനെ ജരാസന്ധൻ്റെ ആ ഒരു യുദ്ധത്തിലും, പക്ഷേ ഇവിടെയും ജരാസന്ധനെ വധിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് യോഗമില്ല ഭഗവാന്റെ കൈകൊണ്ട് മരണം ഉണ്ടാവാനായിട്ട്. അതിനും വേണമൊരു ഭാഗ്യമൊക്കെ, പിന്നെ കാലം അടുത്തിട്ടുണ്ടാവില്ല. ഏതായാലും അതിസുന്ദരമായ ഭഗവത്ലീലകൾ ഇതിൽ കൂടി കാണാം. നമുക്കതൊരു പ്രചോദനവും പ്രേരണയായിട്ട് തീരട്ടെ.
ശ്രീ ഗുരുവായൂരപ്പ ശരണം, ഹരിശരണം.